മമ്മൂട്ടി വയനാട് ജില്ലാ സെക്രട്ടറിയോട് നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്, ഞാൻ പാർട്ടിക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ വാക്കുകൾ വൈറലാവും. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? കമ്മികളോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെല്ലാ സ്വാധീനമുള്ള ആൾക്കാരെയും ജനകീയമായിട്ട് പ്രസക്തിയുള്ള ആൾക്കാരെയൊക്കെ പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അതൊരു തന്ത്രമായിട്ട് നിങ്ങൾ കണക്കാക്കി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മമ്മൂട്ടി നിങ്ങളുടെ പാർട്ടിയുടെ പ്രശസ്തി, കമ്മികളുടെ പ്രശസ്തിയെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനസ്വാധീനത്തെയും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന അഗ്രഗണ്യനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള അഭിനേതാവ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രവർത്തനം നടത്തുന്നതും ജനകീയ പ്രവർത്തനം നടത്തുന്നതും ഇടതുപക്ഷ ചായ്വിൽ നിൽക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ലൈം ലൈറ്റിൽ നിലനിൽക്കാനാണ്. അതല്ലാതെ നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാക്കി തരാനൊന്നുമല്ല. കൂളിംഗ് ഗ്ലാസും വെച്ച് അത്രയും കണ്ടീഷനായിട്ട് നല്ല കണ്ടീഷനായിട്ട് അഭിനയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഗ്ലാമറൊന്നുമില്ലാതെ ഒരു കൂടെ കുപ്പായം ഇട്ട് മേക്കപ്പൊന്നും ഇല്ലാതെ പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞെളിഞ്ഞ അയാളെ പുറകെ നടക്കുന്നത് കണ്ടപ്പോൾ മമ്മൂട്ടിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. അത് ഇപ്പോഴും പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടില്ല. മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അയാൾ ബുദ്ധിരാക്ഷസനാണ്, ബുദ്ധിരാക്ഷസൻ. സിനിമയിൽ മാത്രമല്ല, അയാൾ ജീവിതത്തിൽ അഭിനയിക്കും. നന്നായിട്ട് അഭിനയം കാഴ്ചവെക്കാൻ അറിയുന്ന ആളാണ് മമ്മൂട്ടി. അത് ഇനിയെങ്കിലും കമ്മിയൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. മമ്മൂട്ടി അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ വെറുതെ പാർട്ടിക്ക് ആളുണ്ടാക്കി തരാനൊന്നുമല്ല. ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ വയസ്സായി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ്, വലിയ സിനിമയൊന്നുമില്ല. അതായത് എഴുന്നേറ്റ് നിന്നിട്ട് മര്യാദയ്ക്ക് ഒന്ന് കൈകൊണ്ടൊരു ആക്ഷൻ കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു മനുഷ്യൻ ഇതുപോലെ ഗിമ്മിക്കൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് നല്ല കഴിവുള്ള ആൾക്കാരെ, ആക്ടർമാരെയും നല്ല ചുറുചുറുക്കുള്ളവരൊക്കെ സൈഡിൽ നിർത്തി അനിയന്മാരൊക്കെ ആക്കി ഒതുക്കി. ഇപ്പോൾ ഇതാണ് ഗെയിം. നാണല്ലടോ, ഒരുപാട് ആൾക്കാരുടെ ജീവൻ കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനമല്ല. ഇതുപോലത്തുള്ള വിഴുപ്പിനൊക്കെ ചുമന്നിട്ട് ഇമ്മാതിരി സാധനങ്ങൾ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? വിട്ടുകളാ. എന്ത് മമ്മൂട്ടി ഇവിടെ അതിനേക്കാളും വലിയ നായകന്മാരും നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ പോയിട്ടുണ്ട്. മറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം പോലും ലൈം ലൈറ്റിൽ നിൽക്കില്ല പിന്നെ ഈ സാധനമൊന്നും. ശരി എന്നാൽ.